എന്നതിന്റെ ഭാഗമായിട്ട് തലയിൽ കയറരുത് എന്ന് പറയുന്ന മന്ത്രിയുടെ, അതായത് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച മന്ത്രിയുടെ KSRTC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റും MVD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക ഓഡിഷന് വിധേയമല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ല പ്രോപ്പറായിട്ട്. അതേപോലെ തന്നെ MVD നിയമപ്രകാരമുള്ള 4 ഡിജിറ്റ് നമ്പർ ഇല്ല, എന്നിട്ടും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പൊല്യൂഷൻ ടെസ്റ്റ് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരാണ്? സ്വയം പ്രഖ്യാപിത KSRTC ബ്രാൻഡ് അംബാസിഡർ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വാഹനത്തിൻ്റെ അവസ്ഥ ഇതാണ്. സോ ജനപ്രതിനിധി ആയിട്ട് ഇന്ന് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? ഇല്ല. പകരം എന്താണുള്ളത്? ഫൈനുമായിട്ട് ബന്ധപ്പെട്ടത് ജനങ്ങൾക്ക് എങ്ങനെ ഫൈൻ ഈടാക്കാം? ഇതല്ല KSRTC ഡിപ്പാർട്ട്മെൻറ്റിൽ നിലനിൽക്കുന്ന പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഗണേഷ് കുമാർ താങ്കൾ തീരുമാനിക്കേണ്ടത്. പ്രോപ്പർ ടൈമിന് സാലറി കൊടുക്കുക, സമരത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ താങ്കളുടെ ജീവനക്കാരെ എത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.